നിപ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ വീഴ്ചയില്ലെന്നും വീണുകിട്ടിയ ആയുധം പോലെ പ്രതിപക്ഷം പെരുമാറുന്നത് ശരിയല്ലെന്നുമാണ് ആരോഗ്യമന്ത്രി കെ മുരളീധരന്റെ പ്രതികരണം. രോഗവ്യാപനം ഇല്ലാത്തതിനാലാണ് കണ്ടെയ്ൻമെന്റ് സോൺ പ്രഖ്യാപിക്കാത്തതെന്നും വിഷയത്തിൽ ആരും വാശി പിടിക്കരുതെന്നും മന്ത്രി എ പി അനിൽകുമാർ പറഞ്ഞു. മുഹമ്മദ് റിയാസിന്റെ പ്രതിഷേധം ഷോയാണെന്ന് കെ ജയന്ത് MLA പ്രതികരിച്ചു. ഞാൻ അവിടെ ഉണ്ടായിരുന്നല്ലോ, ആ സമയത്ത് ഞാൻ അവിടെ ഉണ്ടായിരുന്നു. ഈ നിപ റിപ്പോർട്ട് ചെയ്ത സമയത്ത് ഉണ്ടായിരുന്നു. എല്ലാ നിർദ്ദേശവും കൊടുത്തിട്ടാണ് തിരുവനന്തപുരത്ത് വന്നിട്ട് കേരളത്തിൻ്റെ മൊത്തം വിഷയങ്ങൾ നോക്കണ്ടേ. ഈ രോഗം ഇന്ന ഭാഗത്ത് മാത്രമല്ല, കേരളത്തിൽ എല്ലായിടത്തും പടരാൻ സാധ്യതയുള്ളതുകൊണ്ടാണ് ഞാൻ തിരുവനന്തപുരത്ത് തന്നെ വന്ന് ഉന്നത ഉദ്യോഗസ്ഥന്മാരെ യോഗം വിളിച്ചത്. അതിൻ്റെ പ്രോട്ടോക്കോൾ അനുസരിച്ച് ചെയ്യാൻ കഴിയുന്ന, അത് ചെയ്യേണ്ട കാര്യങ്ങൾ എല്ലാം ചെയ്തതായിട്ടാണ് യോഗത്തിൽ വിലയിരുത്തപ്പെട്ടത്. ഇത്തരം കാര്യങ്ങളിൽ ജനപ്രതിനിധികൾക്ക് ഇടപെടേണ്ടതായ കാര്യങ്ങളുണ്ട്. പക്ഷേ ആ ഇടപെടുന്ന കാര്യങ്ങളിൽ പരിമിതിയുണ്ട്. ആ പരിമിതിക്കകത്ത് നിന്നുകൊണ്ട് ഇടപെടുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇതുപോലുള്ള ഷോ കാണിച്ചത് കൊണ്ടാണ് ഇപ്പോൾ ഈ രണ്ട് പിണറായി സർക്കാരിലും ആരോഗ്യവകുപ്പിന് നേതൃത്വം കൊടുത്ത രണ്ട് മന്ത്രിമാരും ഇന്ന് വീട്ടിലിരിക്കുന്നത് ഈ തള്ളലുകളിലല്ല ജനം വിശ്വസിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രി വലിയ തയ്യാറെടുപ്പുകൾ അതിൻ്റെ പുറകിൽ നടത്തിയിട്ടുണ്ട്. പ്രതിരോധ പ്രവർത്തനം ഇന്നലകളിൽ എന്ന പോലെ വളരെ കൃത്യമായി എല്ലായിടത്തും എന്നും നടക്കുന്നുണ്ട്. മുഹമ്മദ് അസ്ലം ചേരുന്ന വിശദാംശങ്ങൾ നൽകാനായി. അസ്ലം, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞത് നിപ ഓരോ തവണ കോഴിക്കോട് റിപ്പോർട്ട് ചെയ്യുമ്പോഴും വലിയ ആശങ്കയിലാണ് നമ്മൾ അതിനെ കാണുന്നത്. പഴുതടച്ചുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളെല്ലാം ശക്തമാക്കുന്ന ഒരു സാഹചര്യം എല്ലാ വർഷങ്ങളും നമ്മൾ കാണുന്നതാണ്. പക്ഷേ നിപ സ്ഥിരീകരിച്ച് 3-ാം ദിവസമായിട്ടും ആരോഗ്യമന്ത്രി കോഴിക്കോട് ജില്ലയിൽ എത്തിയില്ല എന്ന് പ്രതിപക്ഷം പറയുന്നു. എങ്ങനെ സമരം കടുപ്പിക്കാനാണ് CPM-ന്റെ തീരുമാനം? എന്താണ് പ്ലാൻ? കോഴിക്കോട്ടെ നിപ റിപ്പോർട്ട് ചെയ്തതിനു ശേഷം ആരോഗ്യമന്ത്രി ഉന്നത യോഗം വിളിക്കുകയും തിരുവനന്തപുരത്ത് വെച്ച് തന്നെ യോഗം വിളിക്കുകയും കാര്യങ്ങൾ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമായി തന്നെ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഭരണപക്ഷം വാദിക്കുന്നത്. മാത്രമല്ല, ഉദ്യോഗസ്ഥരും ആരോഗ്യ പ്രവർത്തകരും ഡോക്ടർമാരൊക്കെ തന്നെയാണ് ഇതിൽ കാര്യങ്ങൾ ചെയ്യേണ്ടത്. അവർ കാര്യങ്ങൾ ചെയ്യുന്നത് ഉറപ്പുവരുത്തേണ്ട മന്ത്രി അത് കാര്യം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതേസമയം തന്നെ പ്രതിപക്ഷം കൃത്യമായി ഉന്നയിക്കുന്ന കാര്യം, കഴിഞ്ഞ തവണയൊക്കെ നിപ റിപ്പോർട്ട് ചെയ്യുമ്പോൾ മന്ത്രി തന്നെ നേരിട്ടെത്തി ക്യാമ്പ് ചെയ്ത് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും ജനങ്ങളുടെ ആശങ്കയെ ദൂരീകരിക്കുകയും ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള ഒരു ഏകോപനം ഇല്ലായ്മ അത്തരത്തിലൊരു ഏകോപനം ഇപ്പോൾ കാണുന്നില്ല. അതുകൊണ്ട് തന്നെ നിപ പ്രതിരോധം പാളി എന്ന രീതിയിലേക്ക് ആദ്യഘട്ടത്തിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ തന്നെ ഇക്കാര്യത്തിൽ ജാഗ്രത ഉണ്ടായില്ല, സർക്കാരിന്റെ ഭാഗത്ത് മന്ത്രി തിരിഞ്ഞു നോക്കിയില്ല എന്നൊരു ആരോപണം ഉന്നയിച്ചു. തുടർന്ന് മുൻ മന്ത്രി PA മുഹമ്മദ് റിയാസ് നിപ കൺട്രോൾ റൂമിന് മുന്നിലെത്തുകയും കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയും ചെയ്തു. ഒരു പടി കൂടി കടന്നുകൊണ്ട് പ്രത്യക്ഷ പ്രതിഷേധത്തിലേക്ക് CPM ഇറങ്ങിയാണ്. വൈകിട്ട് 5 മണിക്ക് മുതലക്കളത്ത് CPM പ്രതിഷേധ പരിപാടി തന്നെ നടന്നു. ഒരുപക്ഷെ ഈ ഇത്തരത്തിലുള്ള രോഗപ്രതിരോധവുമായി ബന്ധപ്പെട്ട വിമർശനങ്ങൾക്ക് വേണ്ടി പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തുന്നത് പക്ഷേ അസാധാരണമായിരിക്കും. ആ ഒരു നടപടിയിലേക്ക് കൂടി CPM കടക്കുകയാണ്. CPM ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറയുന്നത് 3 ദിവസമായിട്ടും ആരോഗ്യമന്ത്രിയോ അല്ലെങ്കിൽ ചുമതലയുള്ള മന്ത്രിയോ വന്നില്ല. പ്രതിപക്ഷം വിമർശനം ഉന്നയിച്ച ശേഷം മാത്രമാണ് AP അനിൽകുമാർ കോഴിക്കോട് സിവിൽ സ്റ്റേഷനിലെത്തി മന്ത്രി ഉദ്യോഗസ്ഥരുമായി യോഗം ചേർന്നത് തന്നെ. അത് ശരിക്കും ഒരു ഏകോപനമില്ലായ്മയുടെ ഒരു പ്രശ്നം ആണ്. മന്ത്രിമാർ വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഉദ്യോഗസ്ഥർ കുറെ കൂടി ഊർജ്ജസ്വലമായ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. അക്കാര്യം ചെയ്തില്ല എന്ന കാര്യം അവർ വിമർശനം ഉന്നയിക്കുന്നു. പക്ഷേ ഭരണപക്ഷത്ത് പ്രതിരോധമുണ്ട്. ജയന്ത് വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞ കാര്യം, കഴിഞ്ഞ തവണത്തെ പോലെ ഷോയും തള്ളുമില്ല എന്ന് മാത്രമേ ഉള്ളൂ. ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി തന്നെ നടക്കുന്നുണ്ട്. ആരോഗ്യവകുപ്പിലെ ഉദ്യോഗസ്ഥർ മികച്ച ആൾക്കാരാണ്. അവരെ കൃത്യമായി തന്നെ യോഗം ചേർന്നുകൊണ്ട് മന്ത്രി തിരുവനന്തപുരത്ത് നിന്നാണെങ്കിൽ പോലും കാര്യങ്ങൾ കൃത്യമായി പോയിട്ടുണ്ട്. നിപ വ്യാപിച്ചിട്ടില്ല. നിലവിലുള്ളതിനപ്പുറത്തേക്ക് ഒരാൾക്ക് പോലും വന്നിട്ടില്ല. നിലവിൽ വന്ന പരിശോധന ഫലങ്ങളൊക്കെ തന്നെയും നെഗറ്റീവാണ്. ഈ ഒരു സാഹചര്യത്തിൽ അനാവശ്യമാണ് പ്രതിപക്ഷത്തിന്റെ ഒരു പ്രതിഷേധം എന്നാണ് അവർ പറയുന്നത്. ഷോയാണ് മുഹമ്മദ് റിയാസ് ഇപ്പോൾ ഇന്ന് സിവിൽ സ്റ്റേഷനിൽ കാണിച്ചതെന്നും അദ്ദേഹം ആരോപിക്കുന്നത്. എന്തായാലും ഒരു വാക്പോരായി നിപ പ്രതിരോധം സംബന്ധിച്ചുള്ള ഒരു നടപടികൾ ഒരു ഭരണപക്ഷ വാക്പോരായി മാറിയിട്ടുണ്ട്. അല്പസമയത്തിനകം നമ്മൾ നിൽക്കുന്നത് യൂത്ത് സെന്ററിലാണ് കോഴിക്കോട്. അല്പസമയത്തിനകം DYFI സംസ്ഥാന പ്രസിഡന്റ് V വസീഫും മാധ്യമങ്ങളെ കണ്ട് വിമർശനങ്ങൾ ഉന്നയിക്കും. എന്തായാലും നിപ പ്രതിരോധം പാളി, ഏകോപനം ഉണ്ടായില്ല, മന്ത്രിമാർ തിരിഞ്ഞു നോക്കിയില്ല എന്നുള്ള വിമർശനം CPM ഉന്നയിക്കുന്നു. അതേസമയം മന്ത്രിമാരുടെ ഷോയും തള്ളും അല്ല, പകരം ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി തന്നെ ചെയ്യുന്നുണ്ടെന്ന് ഭരണപക്ഷം വാദിക്കുകയും ചെയ്യുന്നുണ്ട്. അസ്ലം, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇപ്പം റിയാസ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമല്ല എന്ന് മാത്രമാണോ പറയുന്നത്, അതോ MLA എന്ന നിലയിൽ യാതൊരു ഇടപെടാനുള്ള ഒരു അവസരം ഉണ്ടാക്കുന്നില്ല, അത് തടയുന്നു എന്ന തരത്തിലുള്ള ആരോപണം അദ്ദേഹത്തിന്റെ ഭാഗത്തും ഉണ്ടാകുന്നുണ്ടോ? ഒപ്പം പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാണ് എന്ന് പറയുമ്പോഴും ആവശ്യമായ മരുന്നുകളെല്ലാം ആശുപത്രികളിൽ ഉണ്ടോ? അതുമായി ബന്ധപ്പെട്ട് എന്താണ് വിവരം?
നിപ്പയുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടത്തിൽ ഒരു രോഗിക്കാണ് സ്ഥിരീകരിച്ചത്. അയാളെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയും കൃത്യമായി തന്നെ മെഡിക്കൽ ബോർഡ് ചേർന്നുകൊണ്ട് അവരെ കൃത്യമായി നിരീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. മോണോക്ലോണൽ ആന്റിബോഡി കൃത്യം ആദ്യ ഡോസ് നൽകി രണ്ടാമത്തെ ഡോസ് എത്തിക്കാനുള്ള നടപടികൾ നടക്കുന്നതായി ആരോഗ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ക്വാറന്റൈനിൽ പോകേണ്ട ആൾക്കാരുടെ ലിസ്റ്റ് കൃത്യമായി തന്നെ സമ്പർക്ക പട്ടികയുടെ ലിസ്റ്റ് എടുക്കുകയും ഹയസ്റ്റ് അല്ലെങ്കിൽ ഏറ്റവും അടുത്ത സമ്പർക്കമുള്ള വിഭാഗത്തിലെ 4 പേരെ ഇന്നലെ മെഡിക്കൽ കോളേജിലേക്ക് തന്നെ നിരീക്ഷണത്തിലേക്ക് മാറ്റി. അവർക്കാർക്കും രോഗലക്ഷണങ്ങളില്ല. അവരുടെ എല്ലാം സ്രവങ്ങൾ പരിശോധനയ്ക്ക് അയച്ചു. അതിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് നടത്തിയ പരിശോധനയിൽ ആദ്യത്തെ 3 സ്രവവും നെഗറ്റീവാണെന്നുള്ളൊരു ആശ്വാസകരമായ ഫലമാണ് വന്നിരിക്കുന്നത്. ആ അർത്ഥത്തിൽ ഒരു വശത്ത് മുന്നോട്ട് പോകുന്നുണ്ട്. അതേസമയം തന്നെ നിപ കൺട്രോൾ റൂം തുടങ്ങി. ഇന്ന് മുഹമ്മദ് റിയാസ് നിപ കൺട്രോൾ റൂമിൽ എത്തുകയും അവിടെ നിന്നുകൊണ്ട് തന്നെ ക്വാറന്റൈനിലുള്ള ആൾക്കാരെയൊക്കെ വിളിച്ച് ആശ്വസിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയെങ്കിൽ പോലും MLA ഇടപെടേണ്ടതില്ല എന്നൊരു കാര്യം കൺട്രോൾ റൂമിൽ തന്നെ പറഞ്ഞോടുകൂടിയാണ് അത് ഒരു പ്രതിഷേധത്തിന്റെ വക്കിലേക്ക് പോയത്. കാരണം ഇത് ഭരണപ്രതിപക്ഷം എന്ന നിലയിൽ മാറ്റി നിർത്തേണ്ട കാര്യമില്ല. ഈ ഒരു ആശങ്കയുള്ള സ്ഥലത്ത് ആൾക്കാരുമായി അല്ലെങ്കിൽ അവർക്കൊരു സപ്പോർട്ട് നൽകുക എന്ന് പറയുന്നത് ഭരണകൂടത്തിന്റെ ബാധ്യതയാണ്. അതിന്റെ ഭാഗമായി പ്രതിപക്ഷം സഹകരിക്കുമ്പോൾ അവരെ സഹകരിപ്പിക്കാൻ വേണ്ടതെന്ന് പറഞ്ഞു. എന്തായാലും ഇത്തരത്തിൽ ക്വാറന്റൈനിലുള്ള ആൾക്കാരെ ആ അർത്ഥത്തിൽ വിളിക്കുന്നൊരു നിലപാട് ഇപ്പോഴില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആരോഗ്യമന്ത്രി പറഞ്ഞതോടുകൂടി അദ്ദേഹം പിന്നീട് പോവുകയാണ് ചെയ്തത്. എന്തായാലും ഇക്കാര്യത്തിൽ കഴിഞ്ഞ തവണ നടന്നതുപോലെ ജാഗ്രതയോടുകൂടിയുള്ള ഒരു പ്രവർത്തനം നടന്നില്ല എന്നുള്ള വിമർശനം അവർ ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ നിലവിൽ ചികിത്സയിൽ കഴിയുന്ന നിപ രോഗബാധിതന്റെ ആരോഗ്യനില എങ്ങനെയുണ്ടോ, ഒപ്പം അയാളുമായി സമ്പർക്കം പുലർത്തിയിരുന്ന ആളുകളുടെ പരിശോധനാ ഫലം നെഗറ്റീവ് ആണല്ലോ, അത് ഒരു തരത്തിൽ ആശ്വാസമാണല്ലോ അല്ലേ? ആരോഗ്യനില ഈ നിപ രോഗബാധിതന്റെ ആരോഗ്യനില ഇപ്പോഴും തൃപ്തികരമായിട്ടില്ല. ഇപ്പോഴും ഗുരുതരാവസ്ഥയിൽ തന്നെ തുടരുകയാണ്. നമുക്കറിയാം, ആദ്യം ഈ സ്ഥിരീകരിച്ച് അയാളെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുമ്പോൾ പോലും വെന്റിലേറ്ററിൽ തന്നെയായിരുന്നു. ആ നില ഇപ്പോഴും തുടരുകയാണ്. മോണോക്ലോണൽ ആന്റിബോഡി കൊടുത്തെങ്കിൽ പോലും ഇതുവരെയും അദ്ദേഹത്തിന്റെ ആരോഗ്യനില പൂർണ്ണമായി തൃപ്തികരമെന്ന അവസ്ഥയിലേക്ക് വന്നിട്ടില്ല. അത് ആശങ്കാജനകമായി തന്നെ തുടരുകയാണ്. അതേസമയം തന്നെ അടുത്ത സമ്പർക്കമുള്ള ആളുകൾ ഏറ്റവും അടുത്ത സമ്പർക്കമുള്ള ആളുകൾ 4 പേരാണ് ഉണ്ടായിരുന്നത്. അതിൽ 4 പേരെയും മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് നിരീക്ഷണത്തിലേക്ക് മാറ്റിയിരുന്നു. അതിൽ 3 പേരുടെ പരിശോധന ഫലമാണ് ഇന്ന് വന്നത്. അത് നെഗറ്റീവാണെന്നുള്ള വലിയ ആശ്വാസം നൽകുന്നു. അതിന് വ്യാപനം ഉണ്ടായിട്ടില്ല എന്നുള്ള ഒരു ആശ്വാസമാണ് ശരിക്കും ആരോഗ്യവകുപ്പിനുള്ളത്. അതോടൊപ്പം തന്നെ സമ്പർക്ക പട്ടികയുള്ള എല്ലാ ആൾക്കാരെയും നിരീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. അതിലും ഇതുവരെയും ആർക്കും രോഗപ്രതിരോധ അല്ലെങ്കിൽ രോഗലക്ഷണങ്ങൾ കണ്ടതായും റിപ്പോർട്ടുകളില്ല. അതുകൊണ്ട് തന്നെ ആരോഗ്യവകുപ്പ് കൃത്യമായി തന്നെ പറയുന്ന കാര്യം, നിപ റിപ്പോർട്ട് ചെയ്തതോടെ തന്നെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുകയും പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമായി മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. പ്രതിപക്ഷത്തിന്റെ വിമർശനം ഒരു കിട്ടിയ ആയുധം എന്ന അർത്ഥത്തിൽ ചെയ്യുകയാണ് എന്നാണ് അവർ പറയുന്നത്. എന്തായാലും രോഗിയുടെ ആരോഗ്യനില അല്ലെങ്കിൽ നിപ സ്ഥിരീകരിച്ച ആളുടെ ആരോഗ്യനില ഇപ്പോഴും ഗുരുതരമായി തന്നെ തുടരുന്നു. അത് ആശങ്കയെ തന്നെ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. ശരി അസ്ലം, ഏതായാലും നിപ സ്ഥിരീകരിച്ചത് സർക്കാർ ഗൗരവത്തോടെ കാണുന്നില്ല, ഫലപ്രദമായ ഇടപെടൽ നടത്തുന്നില്ല എന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രത്യക്ഷമായ സമരത്തിനാണ് CPM ഒരുങ്ങുന്നത്. പക്ഷേ ആരോഗ്യ വകുപ്പ് ഗൗരവത്തോടെ ഇത് കാണുന്നുണ്ട്, പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമായി നടക്കുന്നുണ്ട് എന്നാണ് സർക്കാർ പറയുന്നത്, ആരോഗ്യമന്ത്രി പറയുന്നത്. അസ്ലമാണ് വിശദാംശങ്ങൾ നൽകിയത്.